ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം മറ്റൊരു ദിവസത്തെ റമദാനിലെ ഡേയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറേ അധികം റെസിപ്പീസും വിശേഷങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കിൻ്റെ കാര്യം മറന്നേ പോരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കിച്ചണിലേക്ക് ഒരു 4:45 ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഇന്നലെ പത്തിരിയൊക്കെ പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അല്ല 2 ദിവസമായി വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തേക്കും കൂടെ ഉള്ളത് ഉണ്ട്, പരത്തിയത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പേ വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചുട്ടെടുക്കണം. പിന്നെ ബീഫ് വറുത്തരച്ച കറിയില്ലേ, അതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ നോമ്പ് എടുക്കുമ്പോഴുള്ള ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഇതാ ഞാൻ പത്തിരിയൊക്കെ വേഗം ഒന്ന് ചുട്ടെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ റഫീഖാനൊന്ന് വിളിക്കണം. അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാക്കി വെച്ച സാധനങ്ങളില്ലേ, അത് ചൂടാക്കി കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം. അതുകൊണ്ടാണ് നൈസ് പത്തിരി ഇപ്പം ചുട്ടെടുക്കുന്നത് കേട്ടോ. കുറച്ച് സമയം മതിയല്ലോ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ. പണ്ടാണെങ്കിലും നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ വീഡിയോ ഉള്ള സമയത്ത് നമുക്ക് ഞാൻ എപ്പോഴും പറയില്ല, നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം വേണം. അല്ലാതെ സാധാ നമ്മളെ ലൈഫിൽ ഞാൻ ചെയ്യലെന്താണെന്ന് വിചാരിച്ചാൽ അന്ന് നമ്മൾ ചോറായിരുന്നു രാവിലെ കഴിക്കൽ. ആ ഒരു സമയത്ത് താളിപ്പും ചോറും, തക്കാളി താളിച്ചത്, മുരിങ്ങയില താളിച്ചത്, ചീര താളിച്ചത്, അങ്ങനെ താളിപ്പുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി, പപ്പടോ വടുകയോ ചമ്മന്തിയോ മീനൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് കഴിക്കാനൊന്നും മീനൊന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുക. അപ്പം മീൻ ഈ താളിപ്പും ഒരു ഉപ്പേരിയും, വടുകയോ പപ്പട തുറമാങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ. പക്ഷെ എനിക്ക് അതും ആ താളിപ്പും കാര്യങ്ങളൊന്നും എനിക്ക് രാത്രി അങ്ങനെയാണ് പൊതുവേ നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. രാത്രി ആക്കി വെക്കും, രാവിലെ ഉറങ്ങിപ്പോയാലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രശ്നമല്ലേ. പക്ഷെ എനിക്കിഷ്ടമല്ല കേട്ടോ. എന്നിട്ട് ഞാൻ താളിക്കാനുള്ളയും ഉപ്പേരി വെക്കാനുള്ളൊക്കെ പാത്രം റെഡിയാക്കി വെക്കും. എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വറവിടാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് വേഗം കുക്ക് ചെയ്തിട്ട് അത് ചൂടോടെ കഴിക്കൂട്ടോ. അങ്ങനെയാണ് ഇഷ്ടം. ഇപ്പം പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയില്ല, എക്സ്ട്രാ ടൈം നമുക്ക് വേണ്ടതുകൊണ്ട് അങ്ങനെ പറ്റലേ ഇല്ല കേട്ടോ. ഇപ്പോൾ പിന്നെ അതിനോടങ്ങ് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി തുടങ്ങി. എന്നാലും പത്തിരിയും ദോശയൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. കറി പിന്നെ നേരത്തെ ആക്കി വെക്കും, ഇല്ലെങ്കിൽ നോമ്പെടുക്കലുണ്ടാവില്ല മിക്കവാറും. പിന്നെ പണ്ടത്തെ പോലെയൊന്നുമല്ല ഇപ്പം നമുക്ക് ഒന്നിനും ഓരോ ദിവസത്തിലും സമയമില്ലല്ലോ. എത്ര പെട്ടെന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെയാണ് ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും നമുക്ക് ടൈം തികയുന്നില്ല. ഒരു സമയമില്ല, ഒരു വിശാലത ഇല്ല ടൈമിന്. അങ്ങനെ ആയില്ലേ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കുന്നതാണ് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും നല്ലത്, നമ്മളെ കാര്യങ്ങൾ നടക്കാൻ അല്ലേ. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വേഗം പാത്രമൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു. പിന്നെ നമ്മൾ ഈ ഡിഷ് വാഷർ ആ ഒരു മാറ്റിലില്ലേ, അതിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ അതിലേക്കായി ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. നല്ലതാട്ടോ അത്. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ കമിഴ്ത്തി വെക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് വരില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. റാക്കോ ഇങ്ങനത്തെ മാറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ റഫീഖ പള്ളിയിലേക്ക് പോയി. ഇനി ഞാനും എൻ്റെ നമസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലട്ടെ. അപ്പോൾ ഇതൊരു പതിവാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്ലവറൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല, ഇപ്പം ഇങ്ങനെ പോയി പോകുന്നുണ്ട്. എല്ലാത്തിലും ഫ്ലവർ ഇല്ല കേട്ടോ. സാധാരണ എൻ്റെ ബോൾസം ചെടി ഇങ്ങനെ അല്ല കേട്ടോ. ഇങ്ങനെ എല്ലാം ഒരുപോലെ ഉണ്ടാവും. ഇത് ഞാൻ ഓരോരോ ടൈമിലല്ലേ വെച്ച് കൊടുത്താൽ അതിൻ്റെയൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് റഫീഖ ഡ്യൂട്ടിക്കൊക്കെ പോയി അതിൻ്റെ ശേഷമുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ വേഗം തന്നെ ഇന്നത്തെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കട്ടെ. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ മുറ്റടിക്കലും അത് കഴിഞ്ഞിട്ട് ചെടിക്ക് കുറച്ച് വെള്ളം നനക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ ഇല്ലല്ലോ, അങ്ങനെ മഴ ഇങ്ങനെ മൂടി വരും, പക്ഷേ ഒന്നും പെയ്യുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് ദിവസം ഒരാഴ്ചയായിട്ട് മഴയൊന്നുമില്ല. അപ്പം നനക്കണം, അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കയറിയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് ഉടനെ അലക്കാനുള്ളത് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ആറിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ലോഡ് തുണി
എടുത്തു വെക്കാനുണ്ട് കേട്ടോ. എടുത്തു വെക്കുക മാത്രമല്ല കൈയോടെ തന്നെ അതങ്ങ് മടക്കി വെക്കുകയും കൂടെ ചെയ്യട്ടെ. ഇല്ലെങ്കിലില്ലേ അതവിടെ ഇരിക്കും കേട്ടോ. കാര്യം അതങ്ങനെ കട്ടിലിൽ കൊണ്ടിട്ടാൽ പിന്നെ അതിൻ്റെ മേലെ മേലെ കൊണ്ടിടുക ചെയ്യുക. ചിലപ്പം മടക്കിയും വെക്കും കേട്ടോ. അവിടുന്ന് മടക്കി വെച്ചിട്ട് ചിലപ്പോൾ അത് കൊണ്ടുവെക്കാൻ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചാൽ അതും അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അതിന് രണ്ടിനും നിൽക്കലില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ആയി പോലുണ്ട് കേട്ടോ. അപ്പോൾ കൈയോടത്തിന് അതങ്ങ് മടക്കി എടുത്ത് വെക്കണം. അതിന് ശേഷം ഒന്ന് ഫ്രഷ് ആവണം, കാര്യങ്ങളൊക്കെ കുളിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് വൈകുന്നേരം വരെ ഫ്രീ തന്നെയാണ്. ഫ്രീ അല്ല, നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്. പിന്നെ വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പം ഞാനിന്ന് എനിക്ക് തുണികളാണ് കേട്ടോ അലക്കാനുള്ളത്. റഫീഖാൻ്റെ പള്ളിക്ക് കൊടുക്കണമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സോപ്പ് പൊടിയിൽ തലേദിവസം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും. സോപ്പ് പൊടിയിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കും തലേ ദിവസം വൈകുന്നേരം. എന്നിട്ട് ആ ഒരു എന്താ പറയുക, ആ സോപ്പ് പൊടിൻ്റെ തരിയൊക്കെ അതിൽ ആയിട്ടുണ്ടാവും, എന്താ പറയുക, മിക്സ് ആയിട്ടുണ്ടാവില്ല, തരിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ മെഷീനിലിടുമ്പോൾ സോപ്പ് പൊടിൻ്റെ തരി പാടില്ലല്ലോ, നമ്മൾ ഫ്രണ്ട് ലോഡ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്, ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് നോക്കൂട്ടോ അത് ആ തരിയൊക്കെ പോയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതിൽ സോക്കായിട്ട് പോയിട്ടുണ്ടാകും. എന്നിട്ട് ആ വെള്ളത്തുണികളും അതിൽ കൂടെയുള്ള സോപ്പിൻ്റെ വെള്ളവും പിന്നെ കുറച്ച് ലിക്വിഡും കൂടെ, സാധാരണ നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ കുറച്ച് ലിക്വിഡും കൂടെ ആക്കിയിട്ട് വാഷ് ചെയ്താലില്ലേ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. വൈറ്റൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇനിയിപ്പോൾ അസ്ര നമസ്കാരത്തിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് പോവുള്ളേ. ഇതിപ്പോൾ സമയം 4:30 ആവാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിലേക്ക് വന്നത് ഈ ഒരു സമയത്താണ്. പിന്നെ നിസ്കരിക്കാതെ വന്നു കഴിഞ്ഞാലില്ലേ ഇത് ചെയ്യട്ടെ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നീണ്ട് പോകും കേട്ടോ. അപ്പോൾ പിന്നെ അതിന് നിൽക്കില്ല, പിന്നെ മറന്നും പോവും. അസ്ര നമസ്കാരത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ മറന്നു പോകും കേട്ടോ. ആ ഒരു അസ്ര നമസ്കാരം നമ്മൾ ഓരോന്നിലും ആയി പോകുന്നൊരു ടൈമും കൂടെ അല്ലേ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ബാക്കി നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് സ്പീഡാക്കാൻ മതിയല്ലോ, പിന്നെ നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ടേ വരലുള്ളൂ കേട്ടോ കിച്ചണിലേക്ക്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നോക്കാം. ഞാൻ ചില ദിവസങ്ങളിലില്ലേ ഈ ഡ്രിങ്കും സലാഡും കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക്, ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ ലാസ്റ്റിലേക്ക് ആക്കാമെന്ന് വിചാരിക്കുന്ന ദിവസമല്ലേ അതൊന്നും പിന്നെ എനിക്ക് ആക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സാലഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചില ദിവസം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എനിക്ക് സമയം കിട്ടലുണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, നമുക്ക് വേഗം അങ്ങ് കട്ട് ചെയ്ത് വേഗം അങ്ങ് റെഡിയാക്കിയിട്ട് വെക്കാനേ. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ, ഞാനെല്ലാം വീഡിയോ എടുത്ത് നമ്മൾ ക്യാമറ ഇങ്ങോട്ടേക്ക് വെച്ച് ക്യാമറ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് എല്ലാം നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. ഇല്ലെങ്കിലൊക്കെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഞാൻ 5:30ക്കാണ് കിച്ചണിലേക്ക് വരും കേട്ടോ. വീഡിയോ എടുക്കാത്ത ദിവസം എനിക്ക് അതാണ് ഇഷ്ടം. എന്നിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ആ രീതിയിലാണ് ഞാൻ ചെയ്യുക. പക്ഷേ നമ്മളത് വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട് ഒരുപാട്. അപ്പോൾ അതാട്ടോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐറ്റംസ് ഞാൻ നേരത്തെ തന്നെ ആക്കട്ടെ ചെയ്യുക അധിക ദിവസവും. അപ്പോൾ ഇന്നത്തെ ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കുന്നത്, ആദ്യം ഞാൻ വിചാരിച്ചത് തരിക്കഞ്ഞില്ലേ, തരി കാച്ചിയത് അതുണ്ടാക്കാമെന്ന് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട, അതിനാണ് ഞാൻ പാല് വെച്ചേ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ പാലങ്ങ് ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ അതൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഫലൂദയായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഫലൂദയല്ല, കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മൾ നോമ്പിന് ഉണ്ടാക്കുന്ന ഒരു ഫലൂദ കാച്ചിയത് അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറഞ്ഞ അളവിൽ നെയ്യ് മതിയിട്ട് 1 ടീസ്പൂണൊക്കെ നെയ്യിലേക്ക് സവാളേൻ്റെ ചെറിയൊരു പീസ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, ഇത്രയും അളവിലേക്ക് കേട്ടോ. ഇത് പാലും വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ ഒഴിക്കുന്നതാണ്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ആ സവാളയിൽ നിന്ന് കളറൊന്നും ചേഞ്ച് ആവരുത് കേട്ടോ. ആ ഒരു വൈറ്റ് കളർ തന്നെ വേണം, കാരണം ടേസ്റ്റിൽ വ്യത്യാസം വരുവേ. എന്നിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക. പച്ചപ്പാൽ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. എൻ്റെത് പാൽ ചൂടായതുകൊണ്ടാണ് കേട്ടോ. പാലും വെള്ളം കൂടെ അതൊന്ന് തിളച്ച് വരട്ടെ. ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. നമുക്കിവിടെ ലൈറ്റ് മധുരം മതി കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയില്ലേ അത് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പൊടി അടക്കം ഒഴിച്ചു കൊടുത്തോ. നിങ്ങൾക്കിത് സെയിം മൈദയിലും ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഹെൽത്തി ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. മൈദയാണെങ്കിൽ നിങ്ങൾ മൈദ പൊടി ചേർക്കണ്ട, ഇളക്കിയിട്ട് കലക്കിയിട്ട് അവിടെ വെച്ചിട്ട് അതിന് ഊറി വരില്ലേ അതിന് മേൽഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് കണക്കാക്കിയിട്ടുള്ള പൊടി എടുത്താൽ മതി. അപ്പം മധുരമൊക്കെ സെറ്റാക്കിയിട്ട് കൊടുക്കുക. 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം സെറ്റാണ്.
അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇറക്കുന്നതിൻ്റെ അതിന് തൊട്ട് മുമ്പ് 1-2 ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്ത് അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടെ ഹെൽത്തി ആവും, ആ ഒരു കളർ ലൈറ്റ് യെല്ലോ കളറും കിട്ടും കേട്ടോ. അപ്പോൾ അത് റെഡിയായി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എടുക്കുന്ന സമയത്തില്ലേ ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ, അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം. ആ ഉള്ളി പട്ട ഗ്രാമ്പൂ ഒന്നും നമ്മൾ കുടിക്കുമ്പോൾ പാടില്ല, അത് അരിച്ചിട്ട് എടുക്കണം. അത് അതിൻ്റെ ഫ്ലേവറൊക്കെ അത് ലൈറ്റ് ഫ്ലേവർ അതിലേക്ക് വരികയും ചെയ്യും കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഫലൂദ. അപ്പോൾ അത് സെറ്റാണ്. ഇനിയില്ലേ എനിക്ക് പുലർച്ചത്തേക്കുള്ള നമുക്ക് രാവിലെ കഴിക്കാനുള്ള പത്തിരി ഞാൻ അറിയാലോ ഫ്രിഡ്ജിൽ ഞാൻ പരത്തി വെക്കലുണ്ടെന്ന് അല്ല, ഇന്ന് രാവിലെയാണ് ലാസ്റ്റ് എടുത്ത് തീർത്തത്. അപ്പോൾ 2-3 ദിവസത്തേക്കുള്ള ഞാനിങ്ങനെ പരത്തി വെക്കും കേട്ടോ. അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കയ്യോട് ഇതിൻ്റെ ഇടയിൽ അങ്ങ് ചെയ്യട്ടോ, ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മടിയാവും കേട്ടോ. പിന്നെ നമുക്ക് തറാവീഹ് നിസ്കരിക്കാൻ പോകാനും ഒക്കെ ഒരു സമയം കറക്റ്റായിട്ട് പോകേണ്ടി വരും. പിന്നെ ഒന്നിനും ടൈം ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞിട്ട് ചെയ്യാൻ മടിയാവും കേട്ടോ. അപ്പോൾ ഇതാ പത്തിരിക്ക് ഞാൻ ഒരു 1/2 കിലോ പൊടി എടുത്തിട്ടുണ്ട്, കുഴച്ച് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഇതാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിൽ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ആക്കി കൊടുക്കുക. പ്രസ്സിൽ ഞാൻ കവർ ഇട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ്സായിട്ട് കിട്ടും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക ഓയിൽ, അങ്ങനെ ആവണ്ട, അങ്ങനെ ഒരു എണ്ണം മയം അത്രയും. എന്നിട്ട് പ്രസ് ചെയ്താൽ നല്ല ഫൈനായിട്ട് നല്ല തിന്നായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. പത്തിരി നമ്മൾ ഈ പത്തിരി കുഴലുകൊണ്ടൊക്കെ പരത്തിയെടുത്ത ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ തലപ്പ് 2 ഭാഗത്ത് മാത്രം ഒന്ന് പൊടിയാക്കി തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലൊട്ടും പൊടി ഉണ്ടാവുകയില്ല, ആ പൊടി തട്ടി ആ ഒരു ഇത് നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം നമുക്ക് പൊടി തട്ടാതെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്നാൽ പേരിന് അത്രയും വേണ്ടു കേട്ടോ. അതന്നെ അങ്ങ് തട്ടി കളയുകയും വേണം കേട്ടോ, എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഒരു ദിവസം അങ്ങ് ചെയ്ത് വെച്ചാൽ 2-3 ദിവസത്തിന് നല്ല ഈസി ആവും കേട്ടോ. രാവിലെ പിന്നെ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് പുറത്തെടുത്ത് വെക്കും, ഇന്ന് ഞാൻ ചെയ്ത പോലെ. എന്നിട്ട് അങ്ങോട്ട് ചുട്ടാൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടും. ഞാൻ ഇതുപോലെ കേട്ടോ ബോക്സിലേക്ക് ആക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കണം. എല്ലാം കൂടെ ഒരു 1/2 കിലോൻ്റെ പത്തിരി ഒരുമിച്ച് വെക്കരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഒരു 1/4 കിലോൻ്റെ, അതായത് 1 കപ്പിൻ്റെ പരത്തിയത് ഒരു പാത്രത്തിൽ വെക്കുക. അതും നല്ല വട്ടമുള്ള ഇങ്ങനെ ചുരുണ്ടൊന്നും കിടക്കാത്ത നല്ല പത്തിരി നല്ല ലെവലിന് കിടക്കുന്ന രീതിയിലേക്ക് വെക്കുകയും വേണം കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഫ്രിഡ്ജിലേക്ക് കേട്ടോ, ഫ്രീസറിലേക്കല്ല ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ ഇത്. അതിൻ്റെ റെസിപ്പി എനിക്ക് അന്നത്തെ ദിവസം ലാസ്റ്റിലായപ്പോഴത്തേക്കും നല്ല തിരക്കായി, പിന്നെ എനിക്ക് മാറ്റി വെക്കാൻ ഇതേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്. ആ പുതിയ വ്യൂസ് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും ബീട്രൂട്ടിൻ്റെ. ചിലരൊക്കെ ചോദിച്ചു ബീട്രൂട്ട് എവിടെ പോയിന്ന്, ബീട്രൂട്ട് സീറ്റ് എവിടെയെന്ന്. അപ്പോൾ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒരു ബീട്രൂട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്ത് അത് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. 2-3 വിസിലടുപ്പിച്ചെടുക്കുക കേട്ടോ. ബീട്രൂട്ട് സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാട്ടോ, ഹെൽത്തിയും ആണല്ലോ. അന്നത്തെ വീഡിയോയിൽ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനത് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോട്ട്. ഞാൻ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ട്, നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് പറയുമ്പോൾ പിൻ ചെയ്ത് വെച്ചത് ചിലർ കണ്ടു, ചിലർ കണ്ടിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇതാ വെന്തതിന് ശേഷം അതിലത്തെ വെള്ളം അതിൽ നിന്ന് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഡ്രൈ ആക്കണ്ട, കുറച്ചൊരു കുഴഞ്ഞ രൂപത്തിൽ. എന്നിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് അരച്ചെടുത്തിട്ട് ഒരു കട്ടിയില്ല പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒരു കുക്കറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുത്തോട്ടോ. എന്നാൽ ഒരു ബീട്രൂട്ടിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ്, 1-2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്ന് വരട്ടിയെടുക്കുക. പിന്നെ ഇതാ ഒരു കുറച്ച് 1-2 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ട് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ ഒന്ന് വറവൊഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് 1-2 ടീസ്പൂണൊക്കെ കഴിക്കുമ്പോൾ നല്ലതുമാണ്. പിന്നെ നിങ്ങൾക്ക് മധുരത്തിന് പകരം കുറച്ചുകൂടെ ഹെൽത്തി ആക്കണമെങ്കിൽ ഡേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര തന്നെ യൂസ് ചെയ്തേ. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ആപ്പിളിൻ്റെ പകുതി കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അത് വേവിക്കൊന്നും വേണ്ട, ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ ബീട്രൂട്ട് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ആയിട്ട് ഇന്നുണ്ടാക്കുന്നത് പ്രോൺസ് വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കിയിട്ടെടുക്കുക. കുറച്ച് പ്രോൺസൊക്കെ മതി കേട്ടോ. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഓയിൽ ഒന്നും ഇഷ്ടമുള്ള എടുക്കുക. അതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇതാ അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ബാക്കി സവാളയും കാര്യങ്ങളൊക്കെ വഴറ്റിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന്
ഫ്രൈ ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിത് പ്രോൺസ് തന്നെ വെച്ചിട്ട് ചെയ്യണമെന്നില്ല. ചിക്കന്, ബീഫ്, ഫിഷ്, അയില, മീനൊക്കെ അല്ലേ, ഏത് മീനാണെങ്കിലും എടുക്കാം. അയിലൊക്കെ എടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മുള്ളു കളഞ്ഞെടുത്താൽ മതി. ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതാ 2 സവാള തിന്നായിട്ട് കട്ട് ചെയ്തത് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇതൊരു നാടൻ ഡിഷല്ലേ, കുറച്ച് കറിവേപ്പിലൊക്കെ കിടന്നോട്ടെ. ഇനി സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്കതിന് മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒറോട്ടിപ്പൊടീൻ്റെ മാവില്ല, അതാണ് എടുത്തിട്ടുള്ള ആ ഒരു അരിമാവ്. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെയ്പ്പത്തിരിക്കൊക്കെ എടുക്കുന്ന തേങ്ങ, ജീരകം, ഉള്ളി അതും കൂടെ ക്രഷ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പച്ചവെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് നൈസ് പത്തിരിൻ്റെ പൊടി, പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പത്തിരിപ്പൊടി മതി. അതുണ്ടെങ്കിൽ അത് നിങ്ങൾ പത്തിരിക്ക് വാട്ടുന്നത് പോലെ വാട്ടിയിട്ടെടുക്കുക. കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുറച്ചുകൂടെ വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ സെയിം തേങ്ങ മിക്സില്ലേ അത് ക്രഷ് ചെയ്തിട്ട് അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടി കുഴച്ചെടുക്കുക. സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, രണ്ടും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ പൊടി ഉള്ളത് കൊണ്ട് ഞാനിത് എടുത്തുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ഈസി അല്ലേ പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇതാണെങ്കിലും നമ്മൾ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ നിങ്ങൾക്ക് അരി, ചോറ്റരി അരച്ചിട്ട്, ചോറ് വെക്കുന്ന അരി തിളച്ച വെള്ളത്തിലിട്ട് അരച്ചിട്ട് ടൈറ്റാക്കിയിട്ട് എടുക്കൂലേ, മാവാക്കിയിട്ട് എടുക്കില്ല, അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. ഏതാണെങ്കിലും ഈ ഒരു ടെക്സ്ചറിൽ, ആ ഒരു സോഫ്റ്റിൽ നിങ്ങൾ ആക്കിയിട്ട് എടുക്കണേ. അപ്പം നമ്മളെ മാവ് റെഡിയാണ്. ഇനി ഒരു കൈപ്പിടി തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ ഒരു 3-4 പച്ചമുളക്, ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട്. ആ ഒരു സമയം നമ്മൾ സവാള ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും സവാള സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു എണ്ണയിലാക്കുന്നത് കൊണ്ട് തന്നെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുത്ത് ശേഷം നമ്മൾ തേങ്ങ മിക്സും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട്. പിന്നെ നമ്മളെ പ്രോൺസില്ലേ അത് ചെറുതായിട്ട് കട്ടാക്കി കൊടുക്കുക കേട്ടോ. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്യരുത്, കത്തി കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുക. ചിക്കനോ ബീഫോ ഏതാണെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയേ. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ സവാളേൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. തക്കാളി പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുമല്ലോ. മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തു 2 മിനിറ്റ്. ആ ഒരു പ്രോൺസും അതിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്കെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മസാല സെറ്റാണ്. ഇനി ഇതാ വാഴേൻ്റെ ഇല കേട്ടോ. അപ്പോൾ ഞാൻ റഫീഖാനോട് വാഴേൻ്റെ ഇല, ഇന്ന് റഫീഖ നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ വാഴൻ്റെ ഇല പള്ളിക്ക് പോകുമ്പോൾ, നമസ്കാരത്തിന് പോകുമ്പോൾ ഞാൻ വാഴൻ്റെ ഇല വേണം ഇങ്ങനെ ഇതാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എവിടുന്നോ കൊണ്ടു തന്നാ കേട്ടോ. എവിടുന്നാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ വാഴയില എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഐറ്റം ഉണ്ടാക്കൽ നടക്കൂലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് സാധാ അടേൻ്റെ ആ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ കൊഴുക്കട്ടേൻ്റെ ആ ഒരു ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ റോള് പോലെയൊക്കെ നിങ്ങൾക്ക് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. കൈകൊണ്ട് വേണമെങ്കിൽ പരത്തിയെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ആവശ്യത്തിൽ മസാല ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെച്ച് കൊടുക്കണ്ട. ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവർ വേഗം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു റോൾ ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ മസാലയിൽ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തില്ലേ, തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു മസാലയ്ക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ മീൻ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മസാലയില്ലേ, ചിലർ അതിൽ തേങ്ങ ചേർത്ത് കൊടുക്കും, ചിലർ തേങ്ങ ചേർത്ത് കൊടുക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലൊക്കെ തന്നെ ഇതാ ഇനിയിപ്പോൾ ഇങ്ങനെ റോളാക്കിയിട്ട് എടുത്തിട്ട് 2 സൈഡും ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കണ്ട, ഒന്നിങ്ങനെ കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വാഴയിലയിൽ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക. ആ ഒരു ഷേപ്പിൽ കാണാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ ചെയ്തത്. നിങ്ങൾക്ക് ഏത് രീതിയിലും വേണേൽ ചെയ്തെടുക്കുക. പ്രോൺസ് അട തന്നെയാണ് സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആവിച്ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത സ്നാക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ റഫീഖ് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് എന്താവും എനിക്കറിയില്ല, എന്തായാലും വേണ്ടിയില്ല, ഞാൻ അടുത്ത സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോട്ടെ. അപ്പോൾ ഇന്ന് ഭയങ്കര ഈസി ആയിട്ടുള്ള നമ്മളൊരു എന്താ പറയുക, ഒരു ഡേറ്റ്സ് റോള്, ചെറുതായിട്ടൊരു സ്വീറ്റ് ആയിട്ടുള്ള റോളാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയാണ്, എണ്ണയൊന്നും വേണ്ട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ആ രീതിയിൽ. അപ്പോൾ നമ്മൾ കുറച്ച് ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ടേ. ഒരെണ്ണത്തിൽ ഒരു റോളിൽ ഒരു ഈത്തപ്പഴം വെച്ച് കൊടുത്താൽ മതി, ഓവർ മധുരമാവണ്ട. പിന്നെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിൻ്റെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അത് നടുക്ക് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ പഴമൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തില്ലേ, അതുപോലെ ആ ഒരു സമൂസ ഷീറ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ ഭാഗത്ത് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതോ അല്ലെങ്കിൽ കുറച്ച് മൈദ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് അതോ ഒന്ന്
ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് അവിടെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഭാഗം അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചീസില്ലേ, നമ്മളെ സ്ലൈസ്ഡ് ചീസ് ചെറിയ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും നന്നാവും. ഇത് ഓപ്ഷനിലാണേ, നിങ്ങൾ എടുക്കുക വേണ്ട കയ്യിലില്ലെങ്കിൽ. അതൊന്നും വാങ്ങിച്ചിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. ആദ്യം അതാണ് ഞാൻ ആദ്യം പ്ലെയിൻ ആയിട്ട് കാണിച്ചു തന്നെ, അങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതിങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നുകൂടെ ഇഷ്ടപ്പെടും. കാര്യം ചീസ് ഇങ്ങനെ മെൽറ്റായിട്ട് നമ്മളിങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല രസമല്ലേ, അറിയില്ലേ? അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ആ ഒരു ചീസിൻ്റെ ഒരു ടെക്സ്ചറും പിന്നെ ആ ഒരു ചെറിയ സാൾട്ടും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നുകൂടെ ടേസ്റ്റ് കൊടുക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യത്തെ തന്നെ ചെയ്താൽ മതി കേട്ടോ. കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ഏത് ചീസായാലും കുഴപ്പമില്ല, ഗ്രേറ്റഡ് ചീസായാലും സ്ലൈസ് ചീസായാലും ചേർത്ത് കൊടുത്തോട്ടോ. ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സൈഡിലൂടെ ആ നട്ട്സൊക്കെ പുറത്തേക്ക് വരുമെന്നൊന്നും ചിന്തിക്കേണ്ട. കാര്യം നമ്മൾ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഡേറ്റ്സിൽ അതിങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ മതി കേട്ടോ. അതവിടെ അതിലിങ്ങനെ പ്രസ്സായിട്ട് നിന്നോളും, പുറത്തേക്കൊന്നും വരില്ല. ഇതുപോലെ മൈദ ഒന്ന് അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക, റോൾ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സ്നാക്സ് റെഡിയാണ്. ബാക്കിയുള്ളതെല്ലാം ഞാനിതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കട്ടെ. നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നില്ല, നമ്മൾ മുന്നേ പഴത്തിൻ്റെ കാണിച്ചതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതാ റെഡിയാണ് കേട്ടോ. കഴിഞ്ഞോ? ഇതുപോലെ ഒരു സ്ലൈസ് ചീസ് 2 കഷ്ണാക്കിയിട്ട് ഞാൻ ജസ്റ്റ് അത്രയ്ക്ക് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ സ്നാക്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റഫീഖെല്ലാം റെഡിയാക്കി തന്നു. അത് ആവിയിലേക്ക് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് വെച്ച് കൊടുത്തു, ഒന്ന് വെന്ത് വരട്ടെ. ഒരു 15 മിനിറ്റ് ഒക്കെ മാക്സിമം മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉപ്പ കൊടുത്തയച്ചിട്ടുള്ള ലെറ്റോസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു സാലഡും കൂടെ വേക്കട്ടെ. ഇത് എളുപ്പമല്ലേ എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ലാസ്റ്റിലേക്ക് വെച്ചല്ലേ ഇതൊന്നും ആക്കൂല. കാരണം അതാ ബീട്രൂട്ട് ചെയ്തതുപോലെ അങ്ങ് എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഒന്നിനും സമയം കിട്ടൂല കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ആദ്യം ചെയ്ത് വെക്കാം. എൻ്റെ നിങ്ങളെ കയ്യിലുള്ളതൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞാൻ നമ്മളെ കസ്സില്ലേ അതെടുത്തു, സാലഡ് ലീഫ്, പിന്നെ സാലഡ് ടൊമാറ്റോ അന്ന് ഉപ്പ കൊടുത്തയച്ചിൽ കുറച്ചുണ്ടായിരുന്നേ, അപ്പോൾ അതെടുത്തു. പിന്നെ ഒരു കുക്കുംബർ എടുത്തു, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തു. ഇതൊക്കെ തന്നെയാണ് എടുത്തിട്ടില്ല. അതിലേക്ക് ഒരു ചാട്ട് മസാല ഇല്ലേ, അതുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. അതിട്ട് കൊടുത്തേ. ഈ സാലഡൊക്കെ ഇഷ്ടമുള്ളവർ ചാട്ട് മസാല വാങ്ങി വെച്ചാൽ നല്ലതാട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. ഇതിൽ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്താലും നല്ലതാട്ടോ. പിന്നെ ഇത് നമ്മളെ വെള്ളക്കടലല്ലേ, അത് ഞാൻ റമദാൻ പ്രിപ്പറേഷനിൽ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഫ്രീസറിൽ ഈ ബോക്സിലേക്ക് ആക്കിയിട്ട് വെക്കും. നമുക്ക് ആവശ്യമുള്ള ഒരു 10 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ അതിന് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ കഴിക്കുക സാലഡിലേക്ക് അപ്പം തന്നെ വേവിച്ചിട്ടാൽ പോരെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് ആ സമയത്ത് മടിയായിരിക്കും കേട്ടോ, നമ്മൾ ചെയ്യൂല. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ വേഗം എടുത്ത് മിക്സ് ചെയ്ത് എടുക്കുകയും ചെയ്യും, നമ്മൾ കഴിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ. പിന്നെ ഡ്രസ്സിങ്ങിനായിട്ട് ഒരു 2 ടീസ്പൂൺ ഹണിയും ഒരു ഹാഫ് ലെമണും ഉപ്പും പെപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിൽ പെപ്പർ ഓവർ ആവശ്യമില്ല, കാരണം ഉപ്പ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 റെഡ് മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നല്ല എന്താ പറയുക എരിവ് ഇറങ്ങി വരും കേട്ടോ. പിന്നെ അത് നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ലെമണും കുക്കുംബറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുടിക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും പുറക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് വരും. തിളപ്പിച്ചാറിയ വെള്ളത്തിലാട്ടോ, ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളം. പിന്നെ നമ്മളെന്തായാലും മിക്സ് ചെയ്തിട്ട് തന്നെ കുടിക്കുക, ചൂടുള്ളതും തണുത്തതും കൂടെ ഇളം ചൂടുവെള്ളം ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സ്നാക്സ് ഇല്ലേ, നമ്മളെ സ്വീറ്റിൻ്റെ സ്നാക്സ് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ആക്കി പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്നാക്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു ഭാഗം ഗോൾഡൻ കളർ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. കുറേ പേര് നമ്മളെ പഴത്തിൻ്റെ സ്നാക്സ് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ, നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന പോലെ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സൈഡ് ഒരു എഗ്ഗിലോ എന്തെങ്കിലും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ സൈഡ് ഭാഗം മാത്രം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറുവേ, അത് ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഹെൽത്തി ആവില്ല എന്ന് മാത്രം, ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഭാഗം സ്നാക്സ് ഗോൾഡൻ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മറുഭാഗം കൂടെ ഒന്നും കൂടെ റെഡി ആയിട്ട് വരട്ടെ. ഓയിലില്ലെങ്കിൽ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്നാക്സ് റെഡിയായി. ഇനി ഇതെന്തായി നോക്കാം. അപ്പോൾ അതും നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് കണ്ടോ,
ഈ ഒരു ഷേപ്പ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷേ ഏത് ഷേപ്പിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പക്ഷേ നല്ല ചൂടാണ് കേട്ടോ. കുറച്ച് ചെയ്യട്ടെ. അപ്പോൾ ഇത് കണ്ടോ, മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ, അടിപൊളിയാണ്. പിന്നെ ചെമ്മീൻ മസാലയും അല്ലേ, പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക കേട്ടോ ഇതൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ഒന്ന് ടേബിൾ അറേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഒരു വൈകുന്നേരത്തുള്ളൊരു കുറച്ച് ടൈം എന്തെങ്കിലും ഒരു ദിക്ർ അല്ലേ, പ്രയർ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതിന് ശേഷം ഇപ്പോൾ ഇതാ ഞാൻ നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ടേബിളിലേക്ക്. റഫീക്കെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വണ്ടി കഴുകാൻ പോയിട്ടുണ്ട് കേട്ടോ. ആളെ കാണാനേ ഇല്ല. പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല, കാര്യം നമ്മൾ അവിടെയൊക്കെ റെഡിയാക്കി തന്നതല്ലേ, അപ്പോൾ സാരില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്സ് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. എത്ര ടൈം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ടൈം ഒരു തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ എനിക്ക് വീഡിയോയിൽ കൂടെ എടുക്കേണ്ടതുകൊണ്ടൊന്നും പറയണ്ട കേട്ടോ, ഭയങ്കര തിരക്കായിരിക്കും. ഒരു 4 ആളുണ്ടെങ്കിൽ 4 ആൾക്കും പണി ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താ പറയുക, എല്ലാം ഇങ്ങനെ വേഗം വേഗം സെറ്റാക്കി വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങ് റെഡിയാക്കിയിട്ട് പോകും. ഈ നട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്താലേ കഴിക്കുള്ളൂ കേട്ടോ. എടുത്താൽ തന്നെ ചിലപ്പം കഴിക്കൂല, 1 or 2 കഴിച്ചാലായിട്ടോ അത്രേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ കൊണ്ടുവെക്കുന്നത്. അല്ലെങ്കിൽ ആരും കഴിക്കൂല കേട്ടോ അതൊന്നും. പ്രത്യേകിച്ച് നമുക്ക് അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇവിടെ റഫീക്ക നോമ്പ് തുറന്ന ഉടനെ എന്താ പറയുക, ഈത്തപ്പഴവും വെള്ളവും അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും നട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പള്ളിയിൽ പോവാട്ടോ ചെയ്യാം. അപ്പോൾ പിന്നെ അതാണ് ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ അത് ഫോളോ ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് സ്വീറ്റും റെഡിയാണ്. അപ്പോൾ ഇതിനില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഷുഗർ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഡേറ്റ്സ് കുറച്ച് അരച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഫ്ലേവർ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ടേസ്റ്റ് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ തന്നെയാണേ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ടേബിളൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും കുട്ടികൾക്കാണ് കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം. മുഹമ്മദൊക്കെ അല്ലേ, ബാങ്ക് കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓടുക ചെയ്യട്ടോ ടേബിളിലേക്ക്. എന്തിനാണെന്നറിയില്ല, ഓന് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓടും. ഇപ്പം അതൊരു ശീലമായിട്ടുണ്ട് കേട്ടോ. കാരണം മറ്റവർക്ക് നോമ്പുണ്ടാവുമല്ലോ, തനുവിനും ഹവക്കും. അപ്പം ഇവരത് ചെയ്യുന്നതുകൊണ്ട് ഇവനും എവിടെയാണെങ്കിലും ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ മുകളിലേക്ക് ഓടി കയറുന്നത് കാണാം കേട്ടോ. അന്ന് നമ്മൾ ചെന്നപ്പോൾ അങ്ങനെയായിരുന്നു അവസ്ഥ. കഴിക്കൊന്നുമില്ല, പക്ഷേ ടേബിളിൻ്റെ ചുറ്റിലിരുന്നിട്ട് ജ്യൂസ് ഇങ്ങോട്ട് ഒഴിച്ച് വത്തക്ക ഇങ്ങോട്ടിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കളി കളിക്കും കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ ബാങ്കൊക്കെ കൊടുത്ത്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫസ്റ്റിൽ ഡേറ്റ്സും വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ പള്ളിയിൽ പോയിട്ടാണ് വരികയെന്ന്. അപ്പോൾ ഇത് ഞാൻ പള്ളിയിൽ പോയി, റഫീഖ പള്ളിയിൽ പോയി വന്നതിന് ശേഷം, നമ്മൾ മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം അപ്പോഴാണ് നമുക്ക് സമാധാനത്തിൽ ഇരുന്നിട്ട് കുടിക്കാൻ പറ്റുള്ളൂ. കാരണം വേഗം ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഇവിടുന്ന് റഫീഖ മഗ്‌രിബ് നമുക്ക് ജമാഅത്ത് വേഗം നടക്കുമല്ലോ. അപ്പോൾ ഇവിടുന്ന് വേഗം അങ്ങോട്ടേക്ക് പോകണ്ടേ. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കലൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് റഫീഖ മഗ്‌രിബ് നിസ്കരിച്ച് വന്നിട്ട് ആണ് കഴിക്കുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ നോമ്പും നല്ല റാഹത്തായി തന്നെ തുറന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും എൻ്റെ കയ്യിലുള്ളതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഉള്ളതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഡ്രസ്സിൻ്റെയും ഒക്കെ കൊടുക്കുക, ഉള്ളതിൻ്റെ ഒക്കെ കൊടുക്കും കേട്ടോ, ഇല്ലാത്തതാണ് ഞാൻ തരാതിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.